ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. നിമിഷങ്ങളെ പ്രയോജനപ്പെടുത്തുക. കാരണം സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് തഴമ്പിച്ച ഒരു പഴമൊഴിയാണ്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. സമയവും തിരമാലയും ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. കാരണം അത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് സമയത്തെ തക്കവണ്ണം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഹിന്ദിയിലും ഒരു പഴമൊഴി ഇങ്ങനെയുണ്ട്, ആജ് ക കം അഭി, കൽ ക കം ആജ്. അതായത് ഇന്ന് ചെയ്യേണ്ട ജോലികൾ ഇപ്പം തന്നെ ചെയ്തു തീർക്കുക, നാളെ ചെയ്യേണ്ട പണികൾ ഇന്ന് ചെയ്തു തീർക്കുക. കാരണം നാളെ എന്നൊരു ദിവസം നമുക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയാൻ പറ്റുകയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം നല്ലതുപോലെ ഉപയോഗിക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. സ്നേഹിക്കാൻ കഴിയണം, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ കഴിയണം, നന്മകൾ ചെയ്യുവാൻ കഴിയണം, സമയത്തെ തക്കവണ്ണം ഉപയോഗിക്കാൻ കഴിയണം. ഇതുപോലെ സമയം തക്കവണ്ണം ഉപയോഗിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. അതൊരു കള്ളനാണ്. കർത്താവിൻ്റെ വലത്തുഭാഗത്ത്, കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട വലത്തുഭാഗത്തെ കള്ളൻ. നമുക്കറിയാം, ഇടതുഭാഗത്തെ കള്ളനുണ്ട് അവിടെ. അവൻ പിറുപിറുപ്പാണ്, അവന് ദുഷിക്കുകയാണ്. അതായത് അവൻ അവസാന നിമിഷമാണ്, ആ നിമിഷവും പുളിച്ച തെറിയാണ് പറയുന്നത്. എന്തായാലും അവൻ മരിക്കും, അവനറിയാം എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒന്നുകൂടെ പ്രതികാരം തീർക്കുകയാണ്. അവനെ ക്രൂശിച്ചവരെ ചീത്ത വിളിക്കുന്നുണ്ട്, ആ മഹാപുരുഷന്മാരെ ചീത്ത വിളിക്കുകയാണ്, ആ ഭരണാധികാരികളെ ചീത്ത വിളിക്കുന്നുണ്ട്, പടയാളികളെ ചീത്ത വിളിക്കുന്നുണ്ട്. അവനിങ്ങനെ തെറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യേശുവമ്പുരാനോടും പറയുന്നുണ്ട്, നീ വലിയ ദൈവമാണെന്ന് പറഞ്ഞൊക്കെ നടന്നുണ്ടല്ലോ, നീ എന്താ പിന്നെ ഞങ്ങളെ രക്ഷിക്കാത്തത്? നീ തന്നെ രക്ഷപ്പെടുക, നീ വലിയ ദൈവമാണെന്നും പറഞ്ഞ് നടക്കുന്നവന്ന് യേശുവമ്പുരാനെ പോലും അവൻ ദുഷിക്കുകയാണ്. കാരണം അവൻ യേശുവമ്പുരാനിൽ ഒരു കള്ളനെയാണ് കാണുന്നത്. അവനെ പോലെ കള്ളനായിട്ടാണ് യേശുവമ്പുരാനെ കാണുന്നത്. കാരണം അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ ചെയ്ത തെറ്റുകൾക്കാണ്. ഇടതും വലതുമുള്ള കള്ളന്മാരെ ക്രൂശിക്കപ്പെടുന്നത്, അവന്മാരെ കൊള്ളയും കൊള്ളിവയ്പ്പും ചെയ്തു, എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തു. അതിന് അവർ ചെയ്ത കുറ്റത്തിന് ഉള്ള ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത്. എന്നാൽ യേശുവമ്പുരാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ ലോകത്തിലേക്ക് വന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി ആ ഒരു കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. അനാഥരെയും വിധവമാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഒക്കെ, അടിമത്തത്തിലിരിക്കുന്നവരെയും ഒക്കെയും ആ നുഖമൊക്കെ അഴിച്ച് അവരെ ചേർത്ത് നിർത്തിയതിനാണ്, നന്മ ചെയ്തതിനാണ് യേശുവമ്പുരാൻ ക്രൂശിക്കപ്പെടുന്നത്. ഇതൊന്നും അറിയാതെ ഈ ഇടതുഭാഗത്തെ കള്ളൻ യേശുവമ്പുരാനോട് പറയുകയാണ്, നീ വലിയ ദൈവമാണെന്ന് പറയുന്നല്ലോ, നീ ഞങ്ങളെ രക്ഷിക്കുക, നീ തന്നെ രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് വലത്തുഭാഗത്തെ കള്ളൻ പറയുകയാണ്, എടാ നീ അങ്ങനെ പറയരുത്, നമ്മൾ കുറ്റം ചെയ്തതിനാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്, ഇവനോ നീതിമാനാണ്. എന്തുകൊണ്ടാണ് യേശുവമ്പുരാനിൽ ഒരു നീതിമാനെ അവരുടെ പ്രത്യേകത വലതുഭാഗത്തെ കള്ളൻ കാണുന്നത്? കാരണം ഈ 3 പേരും ഒരുപോലെ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഇതാ ഇടതുഭാഗത്തെ കള്ളൻ തെറിയും പ്രാകുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ ഈ വലതുഭാഗത്തെ കള്ളൻ കണ്ടു യേശുവമ്പുരാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിശിൽ കിടന്ന് ഈ വേദന അനുഭവിക്കുമ്പോഴും ഈ 2 കള്ളന്മാർക്കും ഇല്ലാത്തൊരു മുൾക്കിരീടം ആ യേശുവിൻ്റെ തലയിൽ ഉള്ളപ്പോഴും, അവിടുന്ന് ചോര വാർന്നൊലിക്കുമ്പോഴും ഒക്കെ ഈ യേശുവമ്പുരാൻ ആ വേദനയൊന്നും നോക്കാതെ, പരിഭവിക്കാതെ, കുറ്റം പറയാതെ, ആരെയും പ്രാകാതെ, ശപിക്കാതെ, ഇതാ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പറയുകയാണ്, ദൈവമേ ഇവർ ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. ഇതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഈ വലതുഭാഗത്തെ കള്ളൻ കാണുന്നത്. ഇതൊരു സാധാരണക്കാരൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ദൈവത്വം ഈ അവസാന നിമിഷം ഈ വലതുഭാഗത്തെ കള്ളൻ കാണുകയാണ്. എന്നിട്ട് യേശുവമ്പുരാനോട് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുവാൻ മറന്നുപോയി, ഞാൻ ഒരുപാട് താമസിച്ചു പോയി, എൻ്റെ ഈ അവസാന നിമിഷം എന്തായാലും നിന്നെ കണ്ടുമുട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്, നിന്നെ അറിഞ്ഞതിൽ, നിന്നെ തിരിച്ചറിഞ്ഞതിൽ, നിന്നെ അനുഭവിച്ചറിയാൻ തക്കവണ്ണം എനിക്ക് ഇടയായല്ലോ എന്ന് പറഞ്ഞ് യേശുവമ്പുരാനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് പറയുകയാണ്. അവിടെ തന്നെ അവൻ രക്ഷിക്കപ്പെടുന്നു. യേശുവമ്പുരാൻ പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അവസാന നിമിഷം തക്ക സമയത്ത് സമയം ഉപയോഗിച്ച ഒരു മനുഷ്യൻ വലതുഭാഗത്തെ കള്ളൻ. ഈ 2 കള്ളന്മാർക്കും ഒരുമാറ് ദൂരമേ ഉള്ളൂ, ഒരു കൈമാറ് ദൂരമേ ഉള്ളൂ യേശുവമ്പുരാൻ. എന്നാൽ ഇതാ ഒരുത്തൻ രക്ഷിക്കപ്പെടുകയും ഒരുക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ആ ഒരാൾ വലതുഭാഗത്തെ കള്ളൻ സമയം
നല്ലവണ്ണം ഉപയോഗിച്ചു. തക്ക സമയത്ത് സമയവും നല്ലപോലെ ഉപയോഗിച്ചു. അതുകൊണ്ട് അവൻ യേശുവെമ്പുരാനോട് പറുദീസയിലിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും സമയത്തെ നല്ലവണ്ണം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഗ്രീക്ക് ഭാഷയിൽ സമയത്തിന് 2 പദങ്ങളാണ് ഉള്ളത്. ഒന്ന് ക്രോണോസ്, ഒന്ന് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിമിഷങ്ങൾ, അല്ലെങ്കിൽ സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, മാസങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, ഇതെല്ലാം ആ ആ ഈ ക്രോണോസ് എന്ന ആ ഒരു പദത്തിൽ വരുന്നതാണ്. അത് അത് നമ്മളെ അറിയിക്കുന്നത് ക്ലോക്കും ഈ കലണ്ടറും വാച്ചും ഒക്കെയാണ്. അപ്പോൾ ക്രോണോസ് ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, മാസങ്ങൾ, ഇതൊക്കെയാണ് ക്രോണോസ്. എന്നാൽ കൈറോസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. അത് നിർണായക സമയമാണ്. അത് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്താൻ കാരണം അത് അർത്ഥവത്താക്കണം. ആ സമയം, അങ്ങനെ ഒരു സമയമാണ് ഈ വലതുഭാഗത്തെ കള്ളൻ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയം എപ്പോഴും നമുക്ക് ഇങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്കാലമാകിയ സമയം തക്കവണ്ണം ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് പറയുക. അപ്പം നമുക്ക് സമയം നല്ലവണ്ണം ഉപയോഗിക്കുവാൻ കഴിയണം. ആ സമയത്തെ നഷ്ടപ്പെടുത്താതെ കിട്ടുന്ന സമയത്ത് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും കഴിയണം. ഇതുപോലെ ഇന്നിൽ ജീവിക്കുവാൻ കഴിയണം, ഇന്നിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയണം. നാളത്തേക്ക് ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ഉണ്ണാതെ തിന്നാതെ ഇഷ്ടം പോലെ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ട്, നിക്ഷേപമുണ്ട്. എന്നാൽ ഒന്നും ഭക്ഷിക്കാതെ പിശുക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാതെ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ, നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതെ നാളത്തേക്ക് മാത്രം കരുതി വെക്കുക എന്ന് പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്നിൽ ജീവിക്കുവാനും ഇന്ന് കിട്ടുന്ന സമയം നമുക്ക് പ്രയോജനപ്പെടുത്തുവാനും കഴിയണം. ആ കള്ളനെ പോലെ, വലതുഭാഗത്തെ കള്ളനെ പോലെ ആ തക്ക സമയത്ത് സമയം ചെലവഴിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനും ഇന്നിൽ സന്തോഷം കണ്ടെത്തുവാനും നമ്മുടെ മക്കളെയൊക്കെ നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് വളർത്തി അവർക്ക് നല്ല ആഹാരവും, അങ്ങനെ ആഡംബര ജീവിതമോ അല്ലെങ്കിൽ സുഖലോലുപതയോ അഹങ്കാരം കാണിക്കണം എന്നല്ല പറയുന്നത്. എന്നാൽ വേണ്ടത് അവർക്ക് ആവശ്യമായ പോഷകാഹാരമൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് പൈസ ഇന്ന് ചിലവാക്കിയാൽ അതിൻ്റെ ബാങ്ക് ബാലൻസ് കുറയുമല്ലോ എന്ന് പിശുക്ക് കാണിക്കാതെ ഇന്ന് ജീവിച്ചുകൊണ്ട് നല്ല നന്മകൾ നന്നോട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഒക്കെ തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം ഈ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് യേശുമ്പരാനോട് ജീവിക്കുവാനുള്ള, ഇന്ന് ആ വലതുഭാഗത്തെ കള്ളനോട് പറഞ്ഞ പോലെ, ഇന്ന് നീ എന്നോട് പറുദീസയിലിരിക്കുമെന്നുള്ള ആ ഇമ്പമുള്ള സ്വരം കേൾക്കുവാൻ നമുക്ക് ഇടയാകുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.